Good morning, students. Today we are going to do the last topic in module 1. This is our 7th class and this is our last topic, VC dimension. Now this is one of the important topics in this particular module, and we normally have questions, problems based on this particular topic. What is VC dimension? That is what we are going to learn today. Now VC dimension, VC is the short form for the scientist who found this particular method to find the complexity of a hypothesis space. Okay, now what is VC? Vapnik-Chervonenkis dimension. It's the name of the scientist, and he found this method in 1971. Okay, now what does Vapnik-Chervonenkis dimension do? ഈ വാപ്നിക്-ഷെർവോനെൻകിസ് ഡയമെൻഷൻ അല്ലെങ്കിൽ വി സി ഡയമെൻഷൻ എന്ന് പറയുന്നത് ഒരു ഹൈപ്പോതെസിസ് സ്പേസ്, നേരത്തെ രണ്ട് ക്ലാസ്സുകളിലായിട്ട് ഹൈപ്പോതെസിസ് സ്പേസ് എന്താണ് എന്ന് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. ഇനി ഒരു ഹൈപ്പോതെസിസ് സ്പേസ് ക്യാപിറ്റൽ എച്ച് നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലക്സിറ്റി യുടെ ഒരു മെഷറാണ് ഈ വി സി ഡയമെൻഷൻ എന്ന് പറയുന്നത്. PAC ലേണിംഗ് എന്ന് പറഞ്ഞാൽ വേറെയും ഉണ്ട്. അതിനെക്കാട്ടിലും ഒരു ബെറ്റർ മെത്തേഡാണ് ഇത്. നമ്മുടെ സിലബസിൽ PAC ഇല്ലാത്ത കാരണം ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. സോ വി സി ഡയമെൻഷൻ എന്താണെന്നുള്ളതാണ് ഇത് ഇവിടെ പറയുന്നത്. വി സി ഡയമെൻഷൻ ചെയ്യുന്നത് ഇതാണ്. വാട്ട് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ കോംപ്ലക്സിറ്റി ഓഫ് എച്ച്. അപ്പോൾ എങ്ങനെയാണ് ഈ കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്നത്? എച്ച് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹൈപ്പോതെസിസുകളുണ്ട്. ഒരു ഹൈപ്പോതെസിസ് അല്ല. ഇന്നലെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇങ്ങനെ ഐ ഹാഡ് ഡ്രോൺ ആൻഡ് എസും, ദാറ്റ് ഈസ് മോസ്റ്റ് സ്പെസിഫിക് ഹൈപ്പോതെസിസും മോസ്റ്റ് ജനറൽ ഹൈപ്പോതെസിസിൻ്റെയും ഇടയിൽ കിടക്കുന്നതാണ് ഈ സ്പേസ് ആണ് ഹൈപ്പോതെസിസ് സ്പേസ് അല്ലെങ്കിൽ വേർഷൻ സ്പേസ് എന്ന് പറയുന്നത്. ഈ സ്പേസിൻ്റെ കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്നതിനാണ് ഈ വി സി ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നൗ അത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ ഇടയിൽ ഇത് ഏറ്റവും ജനറൽ ആയിട്ടുള്ളതും ഇത് ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ഹൈപ്പോതെസിസാണ്. ഇതിൻ്റെ ഇടയിൽ എത്ര റെക്റ്റാങ്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ അതെല്ലാം, ഈ കേസിൽ റെക്റ്റാങ്കിൾ ആണ്, എപ്പോഴും റെക്റ്റാങ്കിൾ ആയിരിക്കണം എന്നില്ല. ചിലപ്പം സർക്കിൾ ആയിരിക്കാം, എസും ജിയും ചിലപ്പോൾ സർക്കിൾ ആയിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഏതൊക്കെ സർക്കിളുകളാണോ നമ്മൾ വരയ്ക്കുന്നത് അതായിരിക്കും നമ്മുടെ ഹൈപ്പോതെസിസ് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് രണ്ടും ആകണമെന്നില്ല. ട്രയാങ്കിൾ ആയിരിക്കാം, എലിപ്സ് ആയിരിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകും. ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു റീജിയനെ നമുക്ക് എസും ജിയും ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഹൈപ്പോതെസിസ് സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിനനുസരിച്ച്, ഓരോ പ്രോബ്ലത്തിനനുസരിച്ചാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അത് ഏത് ടൈപ്പ് ഓഫ് സ്പേസ് ആയിരിക്കണം. സിംപ്ലിസിറ്റിയും വേണം, അറ്റ് ദ സെയിം ടൈം കറക്റ്റായിട്ട് ക്ലാസിഫൈയും ചെയ്യാൻ പറ്റണം. ആ ഒരു ബേസിസിലാണ് നമ്മൾ എന്താണ് ഹൈപ്പോതെസിസ് സ്പേസ് എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത റെക്റ്റാങ്കിളും കൊണ്ട് ആയതുകൊണ്ട് ഞാൻ ഈ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ കിടക്കുന്ന സ്പേസ് ആണ് ഹൈപ്പോതെസിസ് സ്പേസ്. ഇതിൻ്റെ കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഒരു മെത്തേഡ് സിമ്പിളായിട്ട് അറിയാവില്ല. ഇതിൻ്റെ അകത്ത് കുറേ ഹൈപ്പോതെസിസുകൾ പോസിബിൾ ആണ് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ അതിൻ്റെ ഒരു കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കൗണ്ട് ഉള്ളതിന് കൂടുതൽ കോംപ്ലക്സിറ്റിയും കുറവ് കൗണ്ട് ഉള്ളതിന് കുറവ് കോംപ്ലക്സിറ്റി എന്ന് പറയാൻ പറ്റും. ഓക്കെ, പക്ഷേ വി സി ഡയമെൻഷൻ ചെയ്യുന്നത് അതല്ല. കൗണ്ട് ഓഫ് ദ നമ്പർ ഓഫ് ഹൈപ്പോതെസിസ് ഇൻ ദി ഹൈപ്പോതെസിസ് സ്പേസ് അല്ല വി സി ഡയമെൻഷൻ. പകരം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഇൻസ്റ്റൻസസ് ഓഫ് എക്സ്. അപ്പം നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു ഡേറ്റാ സെറ്റ് ഉണ്ട്. ആ എക്സ് എന്ന് പറയുന്ന ഡേറ്റാ സെറ്റിൻ്റെ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ്, 1 വെച്ച് തുടങ്ങി പിന്നെ empty 1 2 3 അങ്ങനെ 4 അങ്ങനെ സൈസ് ഓഫ് ദ ഡേറ്റ സെറ്റ് കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഹൈപ്പോതെസിസ് സ്പേസിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഹൈപ്പോതെസിസ്, ഓക്കെ, ഏതെങ്കിലും ഒരു ഹൈപ്പോതെസിസിന് ആ ക്ലാസസിനെ കറക്റ്റായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എല്ലാ കോമ്പിനേഷൻസും. ഇപ്പം empty സെറ്റിൻ്റെ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 1 ഒരു എലമെൻ്റ് എടുക്കുവാണെങ്കിൽ ആ x1 എന്ന് പറയുന്ന വാല്യൂ എക്സിലുണ്ടെങ്കിൽ അതിനൊന്നെങ്കിൽ 0 വാല്യൂ കൊടുക്കാം, അല്ലെങ്കിൽ 1 എന്ന് വാല്യൂ കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടിനെയും ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു ഹൈപ്പോതെസിസിന് അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ, ഡിസ്റ്റിങ്ക്ട്ലി ക്ലാസ്സസ് അസൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ഈ പർട്ടിക്കുലർ ഐ എം ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഫർദർ. എക്സാമ്പിൾ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഷാറ്ററിങ് ഉള്ള ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വി സി ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് വി സി ഡയമെൻഷൻ? It is a measure of the complexity of
the hypothesis space H. How is it calculated? It counts the number of distinct instances of X that can be completely discriminated by H. ഡിസ്ക്രിമിനേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പറയുന്നത്, ക്ലാസ്സസിനെ കറക്റ്റായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുക, അതാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഐ എം ഗോയിങ് ടു എക്സ്പ്ലെയിൻ ടു യു ദ കോൺസെപ്റ്റ് ഓഫ് ഷാറ്ററിങ്. ഷാറ്ററിങ് ഓഫ് എ സെറ്റ് എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളത് വെച്ചിട്ടാണ് വി സി ഡയമെൻഷൻ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, so let's go through examples. After going through the examples, we will once again look at the definition and you will be able to understand what is VC dimension. We are only going to look at dichotomies. Dichotomy എന്ന് വെച്ചാൽ എന്താണ്? ഡൈക്കോട്ടമി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലത്തിന് 2 ക്ലാസ്സേ ഉള്ളൂ. യു ഓൺലി ഗോയിങ് ടു ലുക്ക് അറ്റ് 2 ക്ലാസ് പ്രോബ്ലംസ്. ഓക്കെ, സോ വി ഹാവ് പോസിറ്റീവ് എക്സാമ്പിൾസ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ്, ഓർ വി ഹാവ് എ 1 or a 0. ഓക്കെ, സോ 2 ക്ലാസ് മാത്രമുള്ള സെറ്റുകൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷാറ്ററിങ് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് വി നീഡ് ഇസ്, നമ്മൾ നേരത്തെ കണ്ടു വി സി ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് ഇൻ എ ഡേറ്റ സെറ്റ് എക്സ് വിച്ച് ക്യാൻ ബി കറക്റ്റ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ദെയർ 2 ക്ലാസ്സസ് ബൈ ദി ഹൈപ്പോത്തസിസ് സ്പേസ് എച്ച്. അപ്പം ഷാറ്ററിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്കൊരു എക്സും വേണം, ഒരു എച്ചും വേണം. ഈ എക്സയിലും എച്ചയിലും ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത് എന്താണ് എനിക്ക് ആ പർട്ടിക്കുലർ സെറ്റിനെ, ഈ എക്സിനെ എനിക്ക് ഷാറ്റർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, എത്രയാണ് ഡയമെൻഷൻ എന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ എക്സയിലും എച്ചയിലും ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു ടേക്ക് ദ സിംപ്ലസ്റ്റ് എക്സാമ്പിൾ. Okay, so say that we have got, okay, we have got X is elements ആണ്. ഓക്കെ, സോ ഈ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തും ആയിക്കോട്ടെ, നമ്പേഴ്സ് ആകാം, ക്യാരക്ടേഴ്സ് ആകാം, എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ ഓരോ എലമെൻറ്റ്സും ആർ എ ഡൈക്കോട്ടമി ആണ്. സോ ഇറ്റ് ഐദർ ബിലോങ് ടു ക്ലാസ് 0. ഓക്കെ, സോ എക്സ് എന്ന് പറയുന്നത് ഇൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. ഈ ഓരോ എലമെൻറ്റും ബിലോങ്സ് ടു ഐദർ എ ക്ലാസ് 0 ഓർ എ ക്ലാസ് 1. സോ ഞാൻ ഇവിടെ എലമെൻറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് x1 x2 അങ്ങനെയാണ് ഞാൻ എലമെൻറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഇസ് അവർ എക്സ്. എച്ച് എന്ന് പറയുന്നത് ഇസ് എനി സ്ട്രെയിറ്റ് ലൈൻ ഇൻ 2 dimension. ഇതാണ് എൻ്റെ ഹൈപ്പോത്തസിസ് സ്പേസ്. ഓക്കെ, സോ ഐ ഹാവ് ഗോട്ട് എക്സ് which is elements which belong to either class 0 or to class 1, and H is any straight line in 2 dimension. So നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. എം ടി സെറ്റിൻ്റേത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അതിന് ക്ലാസ് എലിമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അത് ഓൾറെഡി ഷാറ്റേർഡ് ആണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് ലൈൻ വരച്ചാലും എം ടി സെറ്റിൽ എം ടി തന്നെയാണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എക്സ് ഹാസ് ഗോട്ട്, എക്സ് ഇസ് ദ സെറ്റ് 1 element, എക്സ് 1 ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 1 element ഉള്ള ഒരു സെറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വാല്യൂസ് ഇതിന് വരാം, ക്ലാസ്സസ് ഇതിന് വരാം. ഒന്നെങ്കിൽ x1 വിൽ ബിലോങ് ടു ക്ലാസ് 0 ഓർ x1 വിൽ ബിലോങ് ടു ക്ലാസ് 1. അപ്പോൾ ഞാൻ 2 dimensionൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് എക്സാമ്പിൾ, ഇത് പോസിറ്റീവ് എക്സാമ്പിളും ആണെങ്കിൽ നെഗറ്റീവ് എക്സാമ്പിൾ ഇത് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ എനിക്ക് ഏത് വര വരച്ചാലും പോസിറ്റീവ് സൈഡിലേക്ക് ഞാൻ ആരോ വരയ്ക്കുകയാണ്, നെഗറ്റീവ് സൈഡിലേക്ക് ആരോ വരയ്ക്കുന്നില്ല. ഈ വര വരച്ചാൽ അത് ഓൾറെഡി ആയേ, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, ഏതെങ്കിലും ഒരു ലൈൻ. സോ ഇതിൻ്റെ അകത്ത് എനി സ്ട്രേറ്റ് ലൈൻ, അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ പോസിബിളാണ്. സോ അതവിടെ കിടന്നു. ഇനി 1 എടുത്താലും ഇതേ രീതിയിലാണ്. ഇപ്പോൾ ഇവിടെയാണ് 1 എന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ ഞാനൊരു വര വരച്ചു.
ഒരു എലമെൻറ്റേ ഉള്ളൂ, അതുകൊണ്ട് ഏത് വരെ വരച്ചാലും അത് പോസിബിളാണ്. സോ ഈ പർട്ടിക്കുലർ കേസിൽ ഫോർ എക്സ് ഹാസ് ഓൺലി വൺ എലമെൻറ്റ്, ദിസ് പർട്ടിക്കുലർ ഹൈപ്പോത്തസിസ് ഷാറ്റേർഡ് ആണ്. ഇറ്റ് ഈസ് പോസിബിൾ ടു ക്ലാസിഫൈ എ സിംഗിൾ എലമെൻറ്റ് യൂസിങ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ 2 dimension. ഇനി അടുത്തത്, അപ്പോൾ നമ്മൾ ഷാറ്റേർഡ് ആയത് കാരണം നമ്മൾ അടുത്ത എലമെൻറ്റിലേക്ക് പോവുകയാണ്. ഇനി 2 elements ഉള്ള ഒരു സെറ്റ് നമുക്ക് എടുക്കാം. എക്സ് ഈസ് ഈക്വൽ ടു x1 x2. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ വാല്യൂസാണ് പോസിബിൾ ആകുന്നത്? x1നും x2നും 0 x1 x2 എന്ന് പറയുന്ന പേരാണ് നമുക്കുള്ളത്. സോ ഇറ്റ്സ് either going to be both negative or it's going to be 1 negative 1 positive, or 1 positive, that is x1 positive x2 negative, or it is going to be both x1 and x2 negative. So ഈ കാണുന്നതെല്ലാം x1ഉം ഈ കാണുന്നതെല്ലാം x2 ആണ്. അപ്പോൾ ഇതിനെ ഷാറ്റർ ചെയ്യാൻ പറ്റുമോ ഈ ഹൈപ്പോത്തസിസ് യൂസ് ചെയ്ത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അഗെയിൻ ഐ എം ഗോയിങ് ടു ഡ്രോ ഓക്കെ. ഇവിടെ 0 0 വരയ്ക്കും ഞാൻ, ഇവിടെ 0 1 വരയ്ക്കും, 1 0 വരയ്ക്കും, 1 1 വരയ്ക്കും. ഓക്കെ, സോ 0നെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മൈനസും കൊണ്ടും പ്ലസിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1നെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പ്ലസും കൊണ്ടുമാണ്. ഓക്കെ, സോ ഐ ഹാവ് ഗോട്ട് എവിടെയെങ്കിലും റാൻഡമായിട്ട് 2 നെഗറ്റീവ് വാല്യൂസ് വരച്ചു, ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും വരച്ചു, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വരച്ചു, 2 പോസിറ്റീവ് വരച്ചു. ഇതിനെ ഈ ഹൈപ്പോത്തസിസ് അനുസരിച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ക്ലാസ്സസിനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണല്ലോ. ഇങ്ങനെ ഒരു ക്ലാസ് ഞാൻ വരച്ചു, ഇതാണ് പോസിറ്റീവ് സൈഡ്, ഇറ്റ്സ് പോസിബിൾ. ഇങ്ങനെ ഞാൻ വരച്ചു, ഇത് പോസിറ്റീവ് സൈഡ്, ഇറ്റ്സ് പോസിബിൾ. ഇവിടെ ഞാൻ വരച്ചു, ഇത് പോസിറ്റീവ് സൈഡ്, ദാറ്റ്സ് ഓൾസോ പോസിബിൾ. ഇതിനെ വരച്ചു, ഇത് പോസിറ്റീവ് സൈഡ്. അപ്പം ഈ കേസിൽ റാൻഡമായിട്ട് ഞാൻ ഈ x1 x2ന് പെയറുകൾ കൊടുത്തിട്ട് അതിനെ എനിക്ക് ഷാറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഒരു സ്ട്രെയിറ്റ് ലൈൻ 2 ക്ലാസ്സിനെയും വേർതിരിക്കാനായിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ വരയ്ക്കാൻ പറ്റുന്നുണ്ടോ? ഓൾ ഓഫ് ദെം ആർ പോസിബിൾ. ഓക്കെ, സോ 2ലും ഈ പർട്ടിക്കുലർ ഹൈപ്പോത്തസിസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ വി ഹാവ് ഗോട്ട് ഓൾ ദ കോമ്പിനേഷൻ പോസിബിൾ കോമ്പിനേഷൻസ്. റാൻഡമായിട്ടാണ് ഞാൻ അതിനെ സ്പേസ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ റാൻഡമായിട്ട് സ്പേസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ. സോ അറ്റ് 2 ഓൾസോ ഇറ്റ് ഈസ് ദ സെറ്റ് ഇസ് ഷാറ്റേർഡ്. ഇനി അറ്റ് 3 സെറ്റ് ഷാറ്റർ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ എക്സും എച്ചും അതേപോലെ തന്നെയാണ് കിടക്കുന്നത്. അറ്റ് 3 പോസിബിൾ ആണോ എന്ന് ഞാൻ നോക്കുമ്പം പോസിബിലിറ്റീസ് ആർ 8 പോസിബിലിറ്റീസ് ഉണ്ടല്ലോ. എത്ര എലമെൻറ്റ്സ് ഉണ്ടോ, n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഇസ് 2 raised to n. സോ 1 2 3 4 5 6 7 8. ഓക്കെ, സോ ഇവിടെ ഞാൻ 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1. ഇതാണ് വരയ്ക്കാൻ പോകുന്നത്. ഇനി 3 എലമെൻറ്റ്സ് ആണല്ലോ ഉള്ളത്. ഒരു ഏകദേശം ട്രയാങ്കുലർ ഷേപ്പിലാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് 0 0 0 ആയതുകൊണ്ട് 3 നെഗറ്റീവ്, മൈനസ് 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 പ്ലസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് 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 മൈനസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് 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 മൈനസ് പ്ലസ് പ്ലസ് പ്ലസ്. ഓക്കെ, ഇനി ഈ ഹൈപ്പോത്തസിസ് സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് ഈ 2 ക്ലാസ്സിന് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, വേർതിരിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണല്ലോ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു വര വരച്ചു, എന്നിട്ട് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ളതെല്ലാം നെഗറ്റീവും ഇങ്ങോട്ടുള്ളതെല്ലാം പോസിറ്റീവും, ഇറ്റ്സ് പോസിബിൾ. ഇനി ഇവിടെ ഞാൻ വരച്ചിട്ട് ഇങ്ങോട്ടുള്ളതെല്ലാം പോസിറ്റീവ് അങ്ങോട്ടുള്ളതൊക്കെ നെഗറ്റീവ്, ഇറ്റ്സ് പോസിബിൾ. ഹിയർ ഇറ്റ്സ് പോസിബിൾ, ഹിയർ ഇറ്റ് ഇസ് 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 പോസിബിൾ. അപ്പം ഈ പർട്ടിക്കുലർ സെറ്റ് ഓഫ് എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾ ഓഫ് ദിസ് ഇസ് പോസിബിൾ. സോ 3ലും എക്സാക്റ്റ് എല്ലാ കോമ്പിനേഷൻസും എടുത്തു വെച്ചാൽ പറ്റുമോ എന്നുള്ളതല്ല ചോദിക്കുന്നത്. 2 dimensional സ്പേസിൽ ഒരു ലൈൻ വരച്ചിട്ട് ജനറലായിട്ട് നമുക്ക് 3 എലമെൻറ്റ്സ് ഉള്ളതിനെ നമുക്ക് ഷാറ്റർ ചെയ്യാൻ പറ്റുമോ, ലൈൻ വെച്ചിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. സോ ഈ പർട്ടിക്കുലർ കേസിൽ അറ്റ് 3 ഓൾസോ ദിസ് പർട്ടിക്കുലർ ഹൈപ്പോത്തസിസ് ഹോൾഡ്സ്. സോ ഇറ്റ് ഇസ് ഷാറ്റേർഡ് അറ്റ് 3 also. പക്ഷേ there is an example which we can, specific example. Supposing we have got the element, okay, ഇത് ഓൾറെഡി ഷാറ്റേർഡ് ആണ് എന്ന് ഞാൻ കാണിച്ചു.
എല്ലാ എക്സാമ്പിൾസും ആവണമെന്നല്ല, ഏതെങ്കിലും എക്സാമ്പിൾ ആവുന്നുണ്ടോ, എല്ലാ രീതിയിലും ആവുന്നുണ്ടോ എന്നാണ് ചോദ്യം. സപ്പോസിങ് ഐ ഹാവ് ഗോട്ട് ദിസ് 101 or 010. ഓക്കെ, ആൻഡ് ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഈ 3 പോയിന്റും കൊലീനിയറാണ് എന്ന് വെച്ചാൽ ദേ ആർ ഓൺ ദ സ്ട്രെയിറ്റ് ഓൺ ദ സെയിം ലൈൻ. സോ ഐ ഹാവ് കൊലീനിയർ ആയിട്ട് ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, സോ ദർ ഇസ് എ പ്ലസ് മൈനസ് പ്ലസ് ഓർ ദർ ഇസ് എ മൈനസ് പ്ലസ് മൈനസ്. ഇങ്ങനെയും ആകാമല്ലോ, 3 പോയിന്റ് ഉള്ളത് ഈ 2 കോമ്പിനേഷനിൽ ഇങ്ങനെയും ആകാം. ഈ പർട്ടിക്കുലർ കേസിൽ എനിക്കൊരു ലൈൻ വരച്ചിട്ട്, സിംഗിൾ ലൈൻ വരച്ചിട്ട് പ്ലസിനെയും മൈനസിനെയും കൂടെ വേർതിരിക്കാനായിട്ട് പറ്റത്തില്ല. Okay, but this is a special case. There is one particular case where we cannot have a line which divides these two. എന്ന് കരുതി ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്നില്ല. നോർമൽ കേസിൽ ജനറലായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ജനറലായിട്ട് നോക്കുമ്പം നമുക്ക് ഈ എച്ച് എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ് ഹോൾഡ്സ് ഫോർ ഹിയർ n is equal to 3. സോ വി സി ഡയമെൻഷൻ ഇവിടെ 3നും ഹോൾഡ് ചെയ്യും. ഓക്കെ, സോ ഫോർ ജനറൽ കേസസ് മാത്രമാണ് നോക്കുന്നത്. ഇത് ചെയ്യുന്നില്ലാത്ത ഇത് സ്പെഷ്യൽ കേസാണ്. ഈ കേസിലാണ് ഡേറ്റ എങ്കിൽ അത് ഇവിടെ സ്പെസിഫൈ ചെയ്യണം ദാറ്റ് the points elements in the set are collinear or two values are collinear. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഈ പർട്ടിക്കുലർ കേസിൽ എലമെൻറ്റ്സ് ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇറ്റ് ക്യാൻ ബി എനിവെയർ ആൻഡ് ദർ ഇസ് എ കോമ്പിനേഷൻ വിച്ച് അലൗസ് ഫോർ ഓൾ ദ ക്ലാസ്സസ് ടു ബി discriminated correctly. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഷാറ്റേർഡ് അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഐ ഹോപ്പ് യു ഹവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് കോൺസെപ്റ്റ്. ഇനി അപ്പോൾ നമ്മൾ 1 കൊണ്ട് നോക്കി, 2 കൊണ്ട് നോക്കി, 3 കൊണ്ട് നോക്കി, ആ 3 കേസിലും ലൈൻ വെച്ചിട്ട് നമുക്ക് ക്ലാസ്സസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ, എല്ലാ കോമ്പിനേഷൻസിലും ക്ലാസ്സസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് 4 നോക്കാം. ഓക്കെ, 4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോരം കോമ്പിനേഷൻസാണ് ഉള്ളത്? 16 കോമ്പിനേഷൻസ് ഉണ്ട്. സോ 1 2 3 4 5 6 7 8. ഇതാദ്യം ചെയ്തിട്ട് ആദ്യത്തെ 8 എണ്ണം ചെയ്തിട്ട് അടുത്ത 8 എണ്ണം ഞാൻ ചെയ്യും. സോ 0 0 0 0 0 0 0 1 0 0 1 0 0 0 1 1 0 1 0 0 0 1 0 1 0 1 0 1 1 0 0 1 1 1. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആദ്യം ചെയ്യാം. ഓക്കെ, നൗ എഗെയിൻ 4 എലമെൻറ്റ്സ് ആയതുകൊണ്ട് ഒരു റാൻഡം ആയിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററലിലേക്കാണ് ഞാനത് വരയ്ക്കാൻ പോകുന്നത്. സോ ദിസ് ഇസ് മൈനസ് 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 മൈനസ്. ഓക്കെ, മൈനസ് 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 പ്ലസ് മൈനസ് മൈനസ് പ്ലസ് മൈനസ് minus minus plus plus minus plus minus 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 plus minus plus minus plus plus minus minus plus plus plus. Okay, now let's see whether there is a straight line that can divide the minuses from the plus. എന്നുവെച്ചാൽ നമുക്ക് ക്ലാസ്സസിനെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റുമോ? There is a line here, there is a line here, possible. There is a line here, possible. There is a line here that is possible. There is a line here that is possible. Now, ഇവിടെ പറ്റുമോ? ഒരു ലൈൻ വെച്ചിട്ട് ഇതിനെ ചെയ്യാനായിട്ട് പറ്റുമോ? ഒരു ലൈൻ വെച്ചിട്ട് ഇതിൻ്റെ പ്ലസ്സുകളെയും മൈനസുകളെയും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ if there is any set of random points which cannot be divided by this particular hypothesis into their 2 classes, then കഴിഞ്ഞു. ഇവിടെ വെച്ചിട്ട് ഷാറ്ററായി, ഹൈപ്പോത്തസിസ് ഷാറ്ററായി. സോ വാട്ട് ഈസ് മൈ ഷാറ്ററിങ് പോയിന്റ്? ദ ഷാറ്ററിങ് പോയിന്റ് ഇസ് n is equal to 4. 4 എലമെൻ്റ് ഉള്ള ഒരു സെറ്റാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ എല്ലാ കോമ്പിനേഷൻസിനും എനിക്കൊരു ലൈൻ വെച്ചിട്ട് 2 ക്ലാസ്സിലേക്ക് തിരിക്കാനായിട്ട് പറ്റത്തില്ല. ബാക്കി ഇനി നോക്കേണ്ട തന്നെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരെണ്ണം പറ്റിയില്ലെങ്കിൽ കഴിഞ്ഞു, അവിടെ ഷാറ്റർ ആയി കഴിഞ്ഞു. സോ ദ വി സി ഡയമെൻഷൻ ഓഫ് എച്ച് ഫോർ ദിസ് പർട്ടിക്കുലർ ഡേറ്റ സെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 3. 3 വരെയുള്ളത് എല്ലാം പറ്റും.
കോമ്പിനേഷൻസ് പറ്റും. പക്ഷേ ഫോർത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പറ്റില്ല. ദിസ് നമ്പർ ഇസ് ദ VC ഡയമെൻഷൻ. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ്. ഒരു എക്സാമ്പിളും കൂടെ ഞാൻ ചെയ്തു തരും. അത് കഴിഞ്ഞിട്ട് പ്രോബ്ലംസ് 1-2 ഞാൻ അയച്ചു തരും. അത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തിരിച്ച് പറയാം. അത് നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് വൺ. നൗ അടുത്തൊരു എക്സാമ്പിളാണ് ചെയ്യുന്നത്. Okay, X is the set of all real numbers. X is the set of all real numbers, and H is given by H of M such that M is a real number and H of M is if X is greater than or equal to M, then 1 else 0. ഇതാണ് എൻ്റെ ഹൈപ്പോത്തസിസ് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം, ദെൻ 1 എൽസ് 0. അപ്പം എക്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു എന്താ, എനി റിയൽ നമ്പർ എടുക്കാം ഈ എക്സ് ആയിട്ട്. ഓക്കെ, വിച്ച് ഇസ് സ്യൂട്ടബിൾ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഡേറ്റ. ഇനി ഇതിൻ്റെ VC ഡയമെൻഷൻ കണ്ടുപിടിക്കണം. ഏത് പോയിന്റിലാണ് ഷാറ്റർ ആകുന്നതെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നൗ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ആസ് യൂഷ്വൽ എം ടി സെറ്റിനെ നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എക്സ് വിത്ത് 1 എലമെൻറ്റ് നോക്കാം. ഓക്കെ, ലെറ്റ് എക്സ് ഹാവ് 1 എലമെൻറ്റ്. ഓക്കെ, x1 എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ആണുള്ളത്. അപ്പോൾ ഈ x1 എന്ന് പറയുന്ന എലമെൻറ്റിന് ഒന്നെങ്കിൽ 0 ആകാം വാല്യൂ, അല്ലെങ്കിൽ 1 ആകാം വാല്യൂ. സോ ലെറ്റ് us ലുക്ക് അറ്റ് ഇഫ് x1, ഓക്കെ, ഇതിനൊരു പർട്ടിക്കുലർ വാല്യൂ, ഇതിപ്പോൾ ഈ കേസിൽ എം എന്ന് പറഞ്ഞ റിയൽ നമ്പർ ആയതുകൊണ്ട് x1 ഞാൻ ഇങ്ങനെ എടുക്കുക, 3.25 ആണ് x1 എന്ന് ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ 3.25നെ ഷാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. H of M, ഓക്കെ, 3.25 0 ആയിരിക്കണമെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് എമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കണം നോക്കിക്കേ. ടു ബിക്കം 0, 3.25 0 ആകണമെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂ ഞാൻ സെലക്ട് ചെയ്യുന്ന എമ്മിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കണം. ഓക്കെ, സോ ഇത് 3.25 ആണ്. ഞാൻ എമ്മിനെ 4 ആക്കി എടുക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നൗ വാട്ട് ഹാസ് ഹാപ്പൻ, ഇഫ് 3.25 is greater than or equal to 4. Greater than or equal to ആണോ? അല്ല. greater than or equal to ആയിരുന്നെങ്കിൽ 4നെക്കാട്ടിലും then it would have been 1, അല്ലെങ്കിൽ it will be 0. So H4 ആണ് എൻ്റെ ഹൈപ്പോത്തസിസ് എങ്കിൽ ഇത് 0 ആയി മാറും. ഇതിൻ്റെ ക്ലാസ് 0 ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇനി 1 ആണ് കിട്ടേണ്ടതെങ്കിൽ ഞാൻ എന്തുവാ ചെയ്യേണ്ടത്, ഈ വാല്യൂ എക്സ് എന്ന് പറയുന്ന വാല്യൂ എമ്മിനെക്കാട്ടിലും വലുതായിരിക്കണം. അപ്പോൾ അന്നേരം 3 ഞാൻ സെലക്ട് ചെയ്യുക. 1 കിട്ടാൻ വേണ്ടി H3നെ ഞാൻ സെലക്ട് ചെയ്യുക. H3നെ ഞാൻ സെലക്ട് ചെയ്യുമ്പം ഈ ഹൈപ്പോത്തസിസ് സ്പേസിൽ നിന്ന് തന്നെ എനിക്ക് 1 കിട്ടും 3.25 എന്നുള്ള വാല്യൂക്ക്. ഹാവ് യു അണ്ടർസ്റ്റുഡ്? ഈ കേസിൽ ഇതാണ് ചെയ്യുന്നത്. എൻ്റെ എക്സ് എന്ന് പറയുന്ന വാല്യൂ 3.25 ആണ്. 3.25 ആണെങ്കിൽ പോസിബിലിറ്റി എന്താ, ഒന്നെങ്കിൽ ഈ 3.25 0 ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ 3.25 1 ക്ലാസ് ആയിരിക്കും. 3.25 0 ക്ലാസ് ആകണമെങ്കിൽ ഈ ഹൈപ്പോത്തസിസ് സ്പേസിൽ നിന്ന് എമ്മിൻ്റെ വാല്യൂ ഞാൻ 4 ആയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3.25ൻ്റെ ക്ലാസ് 0 ആയിരിക്കും. ഇനി 3.25ൻ്റെ വാല്യൂ 1 ആകണമെങ്കിൽ 3.25നെക്കാട്ടിലും ചെറിയൊരു റിയൽ നമ്പറിനെ ഞാൻ എടുത്താൽ മതി എം ആയിട്ട്. അപ്പം 3.25ൻ്റെ നെക്സ്റ്റ് ചെറുതെന്ന് പറയുന്നത് 3 ആണ്. അപ്പം 1 എന്ന് പറയുന്ന സ്പേസ് ഷാറ്റേർഡാണ്. ഓക്കെ, അതിന് ദാറ്റ് ഈസ് ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളെങ്കിൽ അത് ഷാറ്റേർഡാണ്. ഇനി 2 എലമെൻറ്റ്സ് ഉള്ള ഒരു കേസ് നമുക്ക് എടുക്കാം. സേ ദാറ്റ് എക്സ് ഹാസ് ഗോട്ട് ദ വാല്യൂ x1 x2. Okay, and let's take an example. Say that we have 3.25 and 4.75. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്താൽ മതി. ഇത് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു റിയൽ നമ്പർ വിച്ച്
ഡിഫറെൻറ്റ് റിയൽ നമ്പേഴ്സ് x1ഉം x2ഉം ഡിഫറെൻ്റ് ആയിരിക്കണം. ഓക്കെ, ഇനി ഇവിടെ വരുന്ന കോമ്പിനേഷൻസ് എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ 2ഉം 0 ആയിരിക്കും, ഓക്കെ, നെഗറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരെണ്ണം 0യും ഒരെണ്ണം 1ഉം ആയിരിക്കും, ഒരെണ്ണം 1ഉം ഒരെണ്ണം 0യും ആയിരിക്കും, അല്ലെങ്കിൽ ഒരെണ്ണം 2ഉം 1 ആയിരിക്കും. ഇതാണല്ലോ പോസിബിൾ. ഓക്കെ, 2ഉം 0 ആകുന്ന കേസിൽ വളരെ സിമ്പിളാണ്. 4.75-നേക്കാട്ടിലും വലുതായിട്ടുള്ള ഒരു വാല്യൂവിനെയാണ് ഞാൻ എടുക്കുന്നത് എം ആയിട്ടെങ്കിൽ, എമ്മിൻ്റെ വാല്യൂ ഈ രണ്ട് നമ്പറിൻ്റെ ഏറ്റവും വലുത് 4.75 ആണ്. ഇതിനെക്കാട്ടിലും ഒരു വലിയ എം വാല്യൂ ഞാൻ എടുത്തു കഴിഞ്ഞാൽ, സേ h(5) ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, ഇഫ് ദ x1 ഓർ x2 ഈസ് ഗ്രേറ്റർ ദാൻ എം ദെൻ 1, അല്ലെങ്കിൽ 0 ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് കേസിലും ലെസ്സറാണ്, അതുകൊണ്ട് ഈ രണ്ട് കേസും 0 ആകും. അപ്പോൾ നമുക്ക് h5 സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട്. ഹൈപ്പോത്തസിസ് സ്പേസിൽ നിന്നും ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. രണ്ടും 0 ആണെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് 0യും ഇത് 1ഉം ആകണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്. ഗ്രേറ്റർ ദാൻ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ എം ആണെങ്കിലാണ് 1. സോ ഇത് 1 ആകണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും ചെറുതും ഇതിനെക്കാട്ടിലും വലുതുമായിട്ടുള്ള ഒരു വാല്യൂ എടുത്താൽ മതി. സോ 3.25-നേക്കാട്ടിലും വലിയ ഒരു വാല്യൂവും 4.01 അല്ലേ, കറക്റ്റ്, 3.25-നേക്കാട്ടിലും വലിയ ഒരു വാല്യൂം 4.75-നേക്കാട്ടിലും ചെറിയൊരു വാല്യൂം ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ 0-1ൻ്റെ കോമ്പിനേഷൻ കിട്ടും. സോ ഇവിടെ നോക്കാം, h4 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് സേസ് ഇഫ് 3.25 ഈസ് ഗ്രേറ്റർ ദാൻ 4 അല്ല, അതുകൊണ്ട് അത് 0 ആയിരിക്കും. ഇഫ് 4.75 ഈസ് ഗ്രേറ്റർ ദാൻ 4 ആണ്, അപ്പോൾ അത് 1 ആയിരിക്കും. സോ ഈ കോമ്പിനേഷനും നമുക്ക് h4 വെച്ചിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഫ്രം ദ ഹൈപ്പോത്തസിസ് സ്പേസ് ഐ ഹാവ് എ ഹൈപ്പോത്തസിസ് ദാറ്റ് വിൽ ഗിവ് മീ ദ ക്ലാസ് 0-1 ഫോർ ദിസ് കോമ്പിനേഷൻ. ഇനി 1-0 കോമ്പിനേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം. 1-0 ഇതേ നമ്പറിൽ 1-0 കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേലും ചെയ്താൽ നമുക്കിത് കിട്ടാനായിട്ട് പറ്റുമോ? കാരണം 3.25-നേക്കാട്ടിലും 3.25 വലുതായിരിക്കണം എക്സിനെക്കാട്ടിലും. സോ ഞാൻ യൂസ് ചെയ്യുന്ന എം 3.25-നേക്കാട്ടിലും അല്ല 3.25 എമ്മിനെക്കാട്ടിലും വലുതായിരിക്കണം. സോ 4 ഞാൻ എം ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3നെ ഞാൻ എം ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3.25 ഇസ് ഗ്രേറ്റർ ദാൻ എം. അപ്പോഴാണ് ഇത് 1 ആകത്തുള്ളൂ. പക്ഷേ ഇത് 1 ആകുമ്പം 0 ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്തുവാ? എക്സ് എന്ന് പറയുന്നത് ലെസ് ആയിരിക്കണമെന്ന്. അതിവിടെ പോസിബിൾ അല്ല. ഓക്കെ, സോ ഈ പർട്ടിക്കുലർ കേസിൽ 1-0 സാറ്റിസ്ഫൈ ആകണമെങ്കിൽ ഈ നമ്പർ ഇവിടെയും ഈ നമ്പർ ഇവിടെയും വന്നെങ്കിൽ മാത്രമേ 1-0 സാറ്റിസ്ഫൈ ആകത്തുള്ളൂ. പക്ഷേ അന്നേരം 0-1 സാറ്റിസ്ഫൈ ആകത്തില്ല. എന്നാൽ 0-1 സാറ്റിസ്ഫൈ ആകുന്ന കേസുകളിൽ 1-0 സാറ്റിസ്ഫൈ ആകത്തില്ല ഈ ഒരു കേസിൽ. കാരണം എക്സ് ആർ ഓൾ റിയൽ നമ്പേഴ്സ്. ഒന്നെങ്കിൽ ഒരെണ്ണം വലുതോ അല്ലെങ്കിൽ ഒരെണ്ണം ചെറുതോ ആയിരിക്കണമല്ലോ. അതുകൊണ്ട് ഇത് സാറ്റിസ്ഫൈ ആകുന്ന കേസുകളിൽ ഇത് സാറ്റിസ്ഫൈ ആകത്തില്ല, ഇത് സാറ്റിസ്ഫൈ ആകുന്ന കേസുകളിൽ ഇത് സാറ്റിസ്ഫൈ ആകത്തില്ല. സോ ഹിയർ ദർ ഇസ് നോ ഹൈപ്പോത്തസിസ്. ഓക്കെ, അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഈ പോയിന്റിൽ ഇത് ഷാറ്റേർഡായി. വാട്ട് ഇസ് മൈ വി സി ഡയമെൻഷൻ? അങ്ങനെയാണെങ്കിൽ 2 ആണ് ഈ എലമെൻറ്റ്. സോ ഈ പർട്ടിക്കുലർ കേസിൽ മൈ വി സി ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു 1. ഇതാണ്, ഈ നമ്പറാണ് ബി സി ഡയമെൻഷൻ എന്ന് പറയുന്നത്. Now let us assume that there is a x and h where any number of elements in the set x will be shattered by the hypothesis h. എന്നുവെച്ചാൽ ഇൻഫിനിറ്റി വരെ ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരുന്നാലും ആ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് എനിക്ക് ആ എലമെൻറ്റ്സിനെ എല്ലാം കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വി സി ഡയമെൻഷൻ വിൽ ബി ഇൻഫിനിറ്റി. ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ ഏത് പോയിന്റിലാണോ ഷാറ്റർ ആകുന്നത് അതിൻ്റെ തൊട്ട് മുമ്പത്തേതാണ് ഷാറ്ററിങ് പോയിന്റ്. ഓക്കെ, സോ ദിസ് ഇസ് VC dimension. With this, our syllabus for first module is over. Thank you.